ഹലോ, ദിസ് ഈസ് മൂൺ കിറ്റി. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു ക്ലേ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഹോം മെയ്ഡ് ക്ലേ ആണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഹോം മെയ്ഡ് ക്ലേ രണ്ട് ടൈപ്പ് ഉണ്ട്. കുക്ക്ഡ് പോഴ്സലിൻ ക്ലേയും നോൺ കുക്ക്ഡ് കോൾഡ് പോഴ്സലിൻ ക്ലേയും. ഇതിൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കുക്ക്ഡ് പോഴ്സലിൻ ക്ലേ ആണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ല എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഹോം മെയ്ഡ് ക്ലേ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി കാണിക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ക്രാഫ്റ്റിന് തലേദിവസം തന്നെ ഞാൻ ക്ലേ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. അതുണ്ടാക്കിയ സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു. അത് നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ക്ലേ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഇതിന് മുന്നും ഒത്തിരി വട്ടം കോൾഡ് പോഴ്സലിൻ ക്ലേ ഉപയോഗിച്ച് ഒത്തിരി ഫിഗറിൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എയർ ഡ്രൈനെക്കാട്ടിലും ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒന്നാണിത്. ചെയ്യാനൊരു അല്പം സമയമെടുക്കുമെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ചെയ്യാനും കുറച്ച് സമയമെടുക്കും. ഒരു വട്ടം ഡ്രൈ ആയി കഴിഞ്ഞാൽ നിലത്തിട്ടാൽ പോലും അത് പൊട്ടില്ല. നല്ല ഡ്യൂറബിളാണ്. സാധാരണ മാർക്കറ്റിൽ വാങ്ങുന്ന ക്ലേ ഒക്കെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിലത്ത് വീണാൽ അത് പൊട്ടി ചെതറിപ്പോവും. പക്ഷേ ഇത് നല്ല ഡ്യൂറബിളാണ്. ഒത്തിരി നാൾ നിൽക്കും. ഒരു പ്രശ്നവും ഇല്ല. നിലത്തിട്ടാലും ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സാണ്. അതെല്ലാം ഇനി പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഡ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ക്ലേ ആണ് ഈ കോൾഡ് പോഴ്സലിൻ ക്ലേ. ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റെപ്പുകളല്ലാതെ തന്നെ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതും നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിന്തറ്റിക് വിനെഗർ, അതായത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിനെഗർ. പിന്നെ ഫെവിക്കോൾ, സാധാ സ്റ്റേഷനറി ഫെവിക്കോളില്ലേ അത്. പിന്നെ പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഓയിൽ, 100% പ്യുവർ കോക്കനട്ട് ഓയിൽ. പിന്നെ കോൺ സ്റ്റാർച്ച്, അപ്പോൾ ഏത് ബ്രാൻഡാണെങ്കിലും സാരമില്ല. കോൺ സ്റ്റാർച്ചിൻ്റെ പൗഡർ. പിന്നെ അക്രിലിക് പെയിൻറ്റ്, വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റും വേണം. സ്റ്റവിൽ വെച്ച് കുക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പഴയ കോട്ടിംഗ് ഒക്കെ പോയ ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മെഷർമെൻറ്റിന് വേണ്ടി ഒരു കപ്പും എടുക്കുക. കോൺ സ്റ്റാർച്ച് ഒരു കപ്പ് ഇടുക. നമ്മൾ എത്ര കോൺ സ്റ്റാർച്ച് എടുത്തോ അതേ കപ്പിൽ തന്നെ 1 കപ്പ് ഓഫ് ഫെവിക്കോൾ ഒഴിക്കുക. അതിനുശേഷം വിനെഗർ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കോൺ സ്റ്റാർച്ച് ആയത് കാരണം ഫംഗസ് ഒന്നും പിടിക്കാതിരിക്കാൻ പ്രിസർവേറ്റീവായിട്ടാണ് വിനെഗർ ഉപയോഗിക്കുന്നത്. പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത് ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. കളറില്ലാത്ത ഓയിലായിരിക്കണമെന്ന് മാത്രം. പിന്നെ വൈറ്റ് ഫാബ്രിക് ഓർ അക്രിലിക് പെയിൻറ്റ്. എന്നിട്ടിത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിങ്ങനെ കട്ട പോലെ ഒന്നും കിടക്കാൻ പാടില്ല. കട്ട പോലെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം മാത്രം കുക്കാവാതെ ഇരിക്കും. അതുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് സ്റ്റൗ ഓൺ ചെയ്യുക. ഫ്ലെയിം തീരെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. സ്റ്റൗവിൻ്റെ ടെമ്പറേച്ചർ മീഡിയമോ അല്ലെങ്കിൽ മീഡിയം ലോയിൽ വെച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ക്ലേ കുക്കാവാൻ തുടങ്ങും. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ലേ, അതിലുള്ള പീസസ് എല്ലാം ചേർന്ന് ഇങ്ങനെ ഒരൊറ്റ ബോൾ പോലെ ഇങ്ങനെ കട്ട പിടിച്ച് വരും. കരിഞ്ഞു പോകാതെ ഈ സ്റ്റേജിൽ കരിയാൻ ചാൻസ് ഉള്ളത് കാരണം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കുക. ടെമ്പറേച്ചർ നല്ല പോലെ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഈ പാത്രത്തിലുള്ളതെല്ലാം അതിൽ സ്റ്റിക്കാവുന്നത് വരെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഇളക്കിയിട്ടിരിക്കുക. എന്നിട്ട് ഞാൻ ഈ സ്പൂണിലുള്ളതും കൂടെ നീക്കിയിടുകയാണ്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കോൺ സ്റ്റാർച്ച് ഒരു സ്ലാബിലിട്ടിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ എടുക്കുക. ഈ ക്ലേ കയ്യിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓയിൽ തേക്കുന്നത്. എന്നിട്ട് ആ പീസ് ഓഫ് ക്ലേ എടുത്തിട്ട് ആ സ്ലാബിലെ കോൺ സ്റ്റാർച്ചിൻ്റെ മേളിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റൗവിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിന് നല്ല ചൂടായിരിക്കും. നിങ്ങൾക്കൊരു 2-3 മിനിറ്റ്സ്
വെയിറ്റ് ചെയ്തിട്ട് ഇളക്കിയാലും പ്രശ്നമൊന്നുമില്ല. ദയവ് ചെയ്ത് കൈ ആരും പൊള്ളിക്കരുത്. നല്ല ചൂടുണ്ടാവും സ്റ്റൗവിൽ നിന്ന് എടുക്കുമ്പം. ഈ വീഡിയോ കാണുന്ന കുഞ്ഞു കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ ചേട്ടൻ്റെയോ ചേച്ചിയുടെയോ ഹെൽപ്പൊക്കെ മേടിക്കുക. കൈയൊന്നും പൊള്ളിക്കരുത് പ്ലീസ്. നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഏകദേശം ഒരു 5 to 10 minutes നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞിട്ട് ടിയർ ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്യുക. ടിയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ക്ലേ എടുത്ത് 2 സൈഡിൽ നിന്ന് വലിക്കുന്ന സമയത്ത് ടിയർ ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ ക്ലേ വരണം. അതാണ് നമ്മൾക്ക് വേണ്ട കൺസിസ്റ്റൻസി. അത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. കണ്ടോ, ഒരു വെള്ളത്തുള്ളിയുടെ ഷേപ്പിൽ വരണം. അതിനുശേഷം നമുക്കതിനെ ഒരു ക്യൂബോ റെക്റ്റാങ്കിളോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും ഒരു ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മേളിൽ തേച്ച് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ, ഏതെങ്കിലും ടിഫിൻ ബോക്സോ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ അടച്ചു വയ്ക്കാം. ഇതുണ്ടാക്കി കഴിഞ്ഞ് മിനിമം ഒരു 12 hours എങ്കിലും വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ക്ലേ. പിറ്റേ ദിവസം എടുത്താലും മതി, ഓവർനൈറ്റ് വെച്ചേക്കുക. എൻ്റെ ക്ലേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു ക്ലേ ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ. ഇങ്ങനെ ജ്വല്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലേ മോഡലിംഗ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഞാൻ മുമ്പേ എടുത്തു വെച്ചത്. അതിൻ്റെ കൂടെ ഒരു സെറാമിക് സോസർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു ക്യൂട്ട് പെൻഗ്വിൻ തീമിലുള്ള ഒരു ട്രിങ്കറ്റ് ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലേ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കുക. ബാക്കി തിരിച്ചായ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഹോം മെയ്ഡ് ആണെങ്കിലും സിന്തറ്റിക് ക്ലേ ആണെങ്കിലും കൈ ഉപയോഗിച്ച് ഇങ്ങനെ നല്ലതുപോലെ നീഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഞാനൊരു പീസ് ഓഫ് ക്ലേ എടുത്തിട്ട് ബോള് പോലെ ആക്കി ഒന്ന് റോളിംഗ് പിൻ ഉപയോഗിച്ച് ഒന്ന് ഫ്ലാറ്റാക്കി കൊടുക്കുകയാണ്. തിക്നെസ് ഈക്വലായിട്ട് തന്നെ വരാൻ ശ്രദ്ധിക്കുക പരത്തുന്ന സമയത്ത്. ചപ്പാത്തി പരത്തി ശീലമുള്ളവർക്കാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെടുത്ത് സെറാമിക് സോസർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസ് ഏതാണോ അതിനനുസരിച്ചുള്ള പാത്രം എടുക്കുക. ഞാനിപ്പം ഒരു കപ്പ് ആൻഡ് സോസർ പോലെ ഉള്ള ഒരു പ്ലേറ്റ്, അതായത് ഒരു സോസറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്ലേയുടെ ഉൾഭാഗത്ത് കുറച്ച് കോൺസ്റ്റാർച്ച് പൊടി ഇടുക. ഇത് നമ്മൾ പ്ലേറ്റിൽ ക്ലേ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പൗഡർ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഈ പ്ലേറ്റിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ സോസറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ട്രേ വരാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. ആ സോസറിൻ്റെ അതേ ഷേപ്പിൽ കൈ ഉപയോഗിച്ച് ആ ക്ലേ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ആ അകത്തുണ്ടായിരുന്ന സർക്കിളൊക്കെ നമ്മളുടെ ട്രേയിലോട്ട് ട്രാൻസ്ഫർ ആവും. ഇനി നമുക്ക് ആ ട്രേയിൻ്റെ ഉൾഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ചെറിയ പെൻഗ്വിനെ ഉണ്ടാക്കിയാലോ. നല്ല ക്യൂട്ടായിട്ടുള്ള 2 പെൻഗ്വിനെ ഉണ്ടാക്കാം. അതിന് കുറച്ച് ക്ലേ എടുത്തിട്ട് റോള് ചെയ്യുവാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പെൻഗ്വിനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പിൽ ക്ലേ ആക്കിയതിന് ശേഷം കറക്റ്റ് ഹൈറ്റ് അനുസരിച്ച് എത്ര ഹൈറ്റിലാണോ പെൻഗ്വിന് വേണ്ടത് അത് കട്ട് ചെയ്തെടുക്കുക.
നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നതിന് മുമ്പേ ഒരു പേപ്പറിൽ നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ അത് വരയ്ക്കാൻ കേട്ടോ. അത് നോക്കി ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി സോസറിൻ്റെ മേളിലിരുന്ന ട്രേ പതുക്കെ ഊരിയെടുത്തിട്ട് സോസറിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് കോൺസ്റ്റാർച്ച് പൊടി അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ആ ട്രേയ് സോസറിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ക്ലേ ഡ്രൈ ആവുന്ന സമയത്ത് ഈ സോസറിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ഉള്ള എക്സസ് കോൺസ്റ്റാർച്ചൊക്കെ റിമൂവ് ചെയ്യുക. ആ പ്ലേറ്റിൻ്റെ അതേപോലെ തന്നെ അതേ കർവേച്ചറിൽ അതേ ഷേപ്പിൽ തന്നെ അത് ഡ്രൈ ആയി വരും. ഇനി നമുക്ക് പെൻഗ്വിൻ്റെ ചുണ്ടുണ്ടാക്കി കൊടുക്കാം. 2 ചെറിയ ബീക്ക്. ഡ്രൈ ആകുമ്പോൾ ഈ ക്ലേ ചുരുങ്ങാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഉറപ്പായിട്ടും ചുരുങ്ങും. അപ്പോൾ ഈ ബീക്ക് ചെറിയൊരു പാർട്ടായതുകൊണ്ടും അത് ഇളകി പോകാതിരിക്കാനും വേണ്ടി ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു കുട്ടി പെൻഗ്വിനെ ഞാൻ ഉണ്ടാക്കി. ഇതൊരു കപ്പിളാണ് കേട്ടോ, ഒരു ബോയ് ആൻഡ് ഗേൾ പെൻഗ്വിനാണ്. അപ്പോൾ ഗേൾ കുറച്ച് ഹൈറ്റ് കുറച്ച് ചെയ്തു ക്യൂട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. 2 പേർക്കും ചെറിയ 2 വൂളൻ ക്യാപ്പും വെച്ച് കൊടുത്തു. അതും ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തു. കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച ടൂൾസ് ഉപയോഗിച്ച് ഈ ക്യാപ്പിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ടേബിൾ ഫുള്ള് കോൺസ്റ്റാർച്ചും ക്ലേയുമാണ്. ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഈ പെൻഗ്വിൻസിനെ നമ്മുടെ ട്രേയിലേക്ക് ഫെവിക്കോൾ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോളാണ് ഏറ്റവും നല്ലത്, കാരണം നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഫെവിക്കോൾ ഉപയോഗിച്ചതുകൊണ്ട് ഈ ക്ലേയിൽ ഫെവിക്കോൾ നല്ലപോലെ സ്റ്റിക്കാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിങ്കറ്റ് ട്രേ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ ഡ്രൈ ചെയ്യാൻ വെക്കണം. മിനിമം 2 ദിവസമെങ്കിലും എടുക്കും കേട്ടോ ഇത് ഡ്രൈ ആവാൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്താലോ. പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ക്ലേ ഉള്ളത് കുറച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു കുക്കിയാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റ് ചിപ്പ് കുക്കിയാണ്. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പേപ്പർ ക്ലിപ്പ് എടുത്തിട്ട് അതിൽ ഈ കുക്കീനെ ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. അപ്പം നമ്മൾ സാധാ പേപ്പർ ക്ലിപ്പ് ബോറിംഗ് ആണല്ലോ, അപ്പം ഇതൊരു കുക്കി പേപ്പർ ക്ലിപ്പായിട്ട് മാറുന്നത്. ഇതേപോലെ ക്ലിപ്പ് ഒരു കുറച്ച് ദൂരം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇതിൽ ഗ്ലൂ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം ഈ ക്ലേ സെറ്റാവുന്ന സമയത്ത് ഇത് കല്ല് പോലെ ഡ്രൈ ആവും, ഇളകി വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ 2-3 എണ്ണം ചെയ്താലോ. ഇനി ഒരു മൂൺ ഷേപ്പിലുള്ള ഒരു പിന്ന് ചെയ്യാം. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് മൂണ്, സ്റ്റാർസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിയിട്ട് അതിൽ പിൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു എഗ്ഗും ക്ലൗഡ്, മൂണ് അങ്ങനെ കുറച്ച് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതെല്ലാം ഡ്രൈ ചെയ്യാൻ വെക്കണം. ഇതാണ് ഏറ്റവും ബോറിംഗ് പാർട്ട്, ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യുക. 2 ദിവസം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് ഫുള്ള് നല്ലപോലെ ഡ്രൈ ആവണമെങ്കിൽ. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലേ പ്രോജക്റ്റ് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് പെയിൻറ്റ് ചെയ്യാം. അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം.
ആദ്യം നമ്മൾക്ക് എല്ലാത്തിനും ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. എന്നാലേ നമ്മളതിന് മേലടിക്കുന്ന പെയിൻറ്റിന് ഒരു വൈബ്രൻറ്റ് കളർ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഓരോ പേപ്പർ ക്ലിപ്പായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ചിപ്പ് കുക്കി. നല്ല രസമല്ലേ കാണാൻ. ഇനിയാണ് നമ്മുടെ മെയിൻ പുള്ളീനെ പെയിൻറ്റ് ചെയ്യാനുള്ളത്. നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എങ്കിൽ നമ്മൾക്കിനി അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ പെൻഗ്വിൻസിന് പെയിൻറ്റ് ചെയ്യുകയാണ്. ഇതിലിനിയിപ്പോൾ ഒത്തിരി സംസാരിക്കാനൊന്നുമില്ല. പ്ലീസ് ഡു എൻജോയ് ദ പ്രോസസ്സ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ കോൾഡ് പോഴ്സലിൻ ക്ലേക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പുറവ്, അതായത് ഇതിൻ്റെ സർഫസ് നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് പെയിൻറ്റ് ചെയ്ത് തെറ്റിപ്പോയെങ്കിൽ ഒരു ആൽക്കഹോൾ വൈപ്പോ അല്ലെങ്കിൽ ഒരു ഇയർബഡ് എടുത്തിട്ട് കുറച്ച് നെയിൽ പോളിഷ് റിമൂവറോ അല്ലെങ്കിൽ ആൽക്കഹോളിലോ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. വേറെ ഒരു ക്ലേയിലും, അതായത് എയർ ഡ്രൈ ക്ലേയിലൊന്നും അത് ചെയ്യാൻ പറ്റില്ല. കാരണം പെയിൻറ്റ് അപ്പം തന്നെ അബ്സോർബ് ആവും. ഇതിൻ്റെ സ്മൂത്ത് സർഫസ് ആയതുകൊണ്ട് നമ്മൾക്ക് മിസ്റ്റേക്സ് ഒക്കെ റബ്ബ് ചെയ്ത് തിരിച്ചും വരയ്ക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. ഇനി ട്രേ ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പെൻഗ്വിൻസും കൂടെ ഒരു ഐസിൻ്റെ, അതായത് ഒരു ഐസിൻ്റെ പാളിയിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെയും ചുറ്റും കടൽ പോലെ വരുന്നത് പോലെ വരയ്ക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അതുകൊണ്ടാണ് ഞാൻ നടുക്കുള്ള സ്ഥലം വൈറ്റായിട്ട് വിട്ടിട്ട് ചുറ്റും ബ്ലൂ കളർ കൊടുത്തത്. ഇനി പുറകു വശവും അതേപോലെ ഫുൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ട്രേയുടെ പെയിൻറ്റും നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. UV റെസിൻ ഉപയോഗിച്ച് എല്ലാത്തിനെയും ഒന്ന് ഗ്ലേസ് ചെയ്യണം. നമ്മളുടെ പേപ്പർ ക്ലിപ്സും പിന്നെ ട്രേയും നമ്മൾക്ക് UV റെസിൻ ജെല്ല് ഉപയോഗിച്ച് ഗ്ലേസ് ചെയ്യണം. റെസിൻ ക്യൂർ ചെയ്യാനായിട്ട് UV ലാമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേപോലെ ഒരു പെയിൻറ്റ് ബ്രഷ്, നിങ്ങൾ റെസിൻ വെച്ച് ആർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പെയിൻറ്റ് ബ്രഷ് അതിനു വേണ്ടി തനിച്ച് മാറ്റി വെക്കുക. അതേപോലെ തന്നെ റെസിൻ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും മാസ്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അതിൽ നിന്ന് വരുന്ന കെമിക്കൽ ഫ്യൂംസ് നമ്മൾ ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ല. ക്യാൻസർ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റെസിൻ ഉപയോഗിക്കുന്ന എല്ലാവരും മാസ്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ എല്ലാം നമ്മൾ ഗ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഒരു ഷൈൻ വരും ഗ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നല്ല ഒത്തിരി കാലം ലാസ്റ്റും ചെയ്യും.
ഇപ്പം മൊത്തത്തിൽ ആ ട്രേയുടെ ലുക്കേ മാറിയില്ലേ, എന്ത് ഭംഗിയാണ് കാണാൻ. ഒരു സിറാമിക് പ്ലേറ്റ് പോലെയുള്ളൊരു ലുക്ക് വരുന്നത് കണ്ടോ നിങ്ങൾ. അതേപോലെ തന്നെ പേപ്പർ ക്ലിപ്സും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഷൈനും സോഫ്റ്റായിട്ടുള്ള സർഫസും വന്നിട്ടുണ്ട്. ഈ ട്രിങ്കറ്റ് ഡിഷ് നിങ്ങൾക്ക് ജ്വല്ലറിയൊക്കെ ഇട്ട് വയ്ക്കാം. നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളുടെ യൂസ്ഡ് ജ്വല്ലറീസൊക്കെ ഇട്ട് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ കീ വെക്കാനോ എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. റൂം ഡെക്കോറായിട്ട് നിങ്ങൾക്ക് വെക്കാം. ഇനി നമ്മളുണ്ടാക്കിയ പേപ്പർ ക്ലിപ്പ് ഒന്ന് ബുക്കിൽ വെച്ച് നോക്കിയാലോ. ഇതിങ്ങനെ പേപ്പർ ക്ലിപ്സായിട്ട് യൂസ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയല്ലേ. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ വായിച്ചു കഴിഞ്ഞ പേജിൽ അതിങ്ങനെ പേപ്പർ ക്ലിപ്പ് പോലെ കയറ്റി വെച്ചാൽ ബുക്ക് മാർക്കായിട്ട് ഉപയോഗിക്കാം. ബുക്കിൻ്റെ മേളിൽ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഓരോ ഫിഗറീൻസായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഫേവറേറ്റ് കുക്കിയും ക്യാറ്റുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിൽ ഒരു ലൈക്ക് കൊടുക്കുക, താഴെ കമൻറ്റ് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലൊരു അടിപൊളി ക്രാഫ്റ്റുമായി വരുന്നത് വരെ ബൈ.